നമസ്കാരം. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ആ ട്രെൻഡി, കാശ് കൊടുത്താൽ കിട്ടുന്ന എക്സ്പെൻസീവ് ലുക്കുള്ള വേഷം വേണം. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ആണുങ്ങൾ എല്ലാവരെയും കോപ്പിയടിച്ച് കണ്ണുമടച്ച് ട്രെൻഡുകൾ ഫോളോ ചെയ്തിട്ട് അവസാനം സ്റ്റൈലിഷ് ആവുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നടക്കും. കാരണം വേറെയൊന്നുമല്ല, നിങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസ് ഇത്തിരി വീക്കാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പൈസ കളയാതെ, അധികം തലപുകയ്ക്കാതെ 4 സിമ്പിൾ സ്റ്റെപ്പുകളിലൂടെ എങ്ങനെ ബെറ്ററായി ഡ്രസ്സ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നമുക്ക് തുടങ്ങാം. ലളിതമായി വേഷം ധരിക്കുക. നിങ്ങൾക്ക് സ്റ്റൈലിഷും മെച്ചോർഡുമായിട്ട് തോന്നണമെങ്കിൽ നല്ല ബ്രൈറ്റ് കളറുകളും കാർട്ടൂൺ പ്രിന്റുകളും ഒക്കെ ഒഴിവാക്കുക. അതൊക്കെ നിങ്ങളെ കുട്ടികളെപ്പോലെ കാണിക്കുകയും ആ ക്ലീൻ മാസ്കുലിൻ വൈബ് കളയുകയും ചെയ്യും. പകരം നിങ്ങൾക്ക് നന്നായി ഫിറ്റ് ചെയ്യുന്ന സിമ്പിളായ മിനിമലിസ്റ്റിക് വസ്ത്രങ്ങൾ ധരിക്കുക. തോളിൽ നന്നായി ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്ലെയിൻ ബ്ലാക്ക് ടീഷർട്ട് ഒരു കാർട്ടൂണുള്ള കടും നിറമുള്ള ഓവർസൈസ്ഡ് ഹൂഡിയേക്കാൾ 10 ഇരട്ടി നന്നായിരിക്കും. ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, നേവി ബ്ലൂ, ബീജ് അല്ലെങ്കിൽ ഒലീവ് ഗ്രീൻ പോലുള്ള ന്യൂട്രൽ ഷെയ്ഡുകൾ തിരഞ്ഞെടുക്കുക. ഈ കളറുകൾ ഒരിക്കലും ഔട്ട് ഓഫ് സ്റ്റൈൽ ആവില്ല. ഏത് വേഷവുമായി മാച്ച് ചെയ്യാനും എളുപ്പമാണ്. ഒരു ക്വിക്ക് ടിപ്പ്: നിങ്ങളുടെ വേഷം ഒരുപാട് ലൗഡ് അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ടോൺ ഡൗൺ ചെയ്യുക. നല്ല സ്റ്റൈൽ എന്ന് പറയുന്നത് നിങ്ങളുടെ വേഷം കണ്ട ആളുകൾ ശ്രദ്ധിക്കുന്നതിലല്ല, മറിച്ച് ആ വേഷത്തിൽ നിങ്ങളെ കാണാൻ എത്ര നന്നായിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുന്നതിലാണ്. അതുപോലെ ഫിറ്റിംഗിൽ ശ്രദ്ധിക്കണം. സിമ്പിൾ ഡ്രസ്സുകൾ പോലും കറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ നല്ല പ്രീമിയം ലുക്ക് തരും. സ്ലീവ്സ് ഒരൽപ്പം മുകളിലേക്ക് റോൾ ചെയ്യുക, ഷർട്ട് വൃത്തിയായി ടക്കിൻ ചെയ്യുക, നിങ്ങളുടെ പാൻസ് ഷൂവിൽ കൃത്യമായിരിക്കണം. നിങ്ങളുടെ വാർഡ്രോബ് ഉണ്ടാക്കുക. എപ്പോഴും നന്നായി തോന്നുന്ന ക്ലാസിക് ഔട്ട്ഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പടിപടിയായി നിങ്ങളുടെ വാർഡ്രോബ് ഉണ്ടാക്കാം. സ്റ്റെപ്പ് 1: ടോപ്പ് വെയർ. സിമ്പിളായി തുടങ്ങാം. നിങ്ങൾക്ക് 2 ബേസിക് ടീഷർട്ടുകൾ വേണം. ഒന്ന് കറുപ്പ്, ഒന്ന് വെള്ള. ഈ 2 നിറങ്ങളും എല്ലാത്തിന്റെ കൂടെയും പോകും. കൂടാതെ നിങ്ങളെ ക്ലീനും ഷാർപ്പുമായി കാണിക്കും. അടുത്തതായി 2 ഷർട്ടുകൾ വാങ്ങുക. ഒന്ന് പ്ലെയിൻ, ഒന്ന് ചെക്ഡ്. ഇത് കാഷ്വൽ ലുക്കിനും സെമി ഫോർമൽ ലുക്കിനും ഉപയോഗിക്കാം. ലുക്ക് കുറച്ചുകൂടി നന്നായി തോന്നാൻ വേണ്ടി ടീഷർട്ടിന് മുകളിൽ ഇതൊരു ലെയർ ആയിട്ടും ഇടാം. സ്റ്റെപ്പ് 2: ബോട്ടം വെയർ. നിങ്ങൾക്ക് 2 ജീൻസുകൾ മാത്രം മതി. ഒന്ന് ഡാർക്ക് ബ്ലൂ, ഒന്ന് ബ്ലാക്ക്. ഇത് ഏത് ടോപ്പിന്റെ കൂടെയും ഈസിയായി മാച്ച് ആകും. കുറച്ചുകൂടി സ്റ്റൈലിഷും എക്സ്പെൻസീവുമായ ലുക്ക് വേണമെങ്കിൽ ഒരു ബാഗി കൊറിയൻ പാൻസ് വാങ്ങി നോക്കൂ. ഇത് ട്രെൻഡിയാണ്. സിമ്പിൾ ടീഷർട്ടിന്റെയോ ഷർട്ടിന്റെയോ കൂടെ ഇട്ടാൽ സൂപ്പർ ലുക്കായിരിക്കും. സ്റ്റെപ്പ് 3: ലെയറിംഗ്. ലെയറിംഗ് ചെയ്യുന്നത് നിങ്ങളുടെ വേഷത്തിന് പെട്ടെന്നൊരു പ്രീമിയം ലുക്ക് നൽകും. ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ ലെതർ ജാക്കറ്റ് വാങ്ങുക. അത് നിങ്ങൾക്ക് ആത്മവിശ്വാസവും ഒരു എഡ്ജും നൽകും. അതുപോലെ ബ്ലാക്ക്, ഗ്രേ അല്ലെങ്കിൽ നേവി ബ്ലൂ കളറിലുള്ള ഒരു ലോങ് കോട്ട് വാങ്ങുക. ഇത് നിങ്ങളെ എലഗന്റ് ആക്കുകയും ആ ഓൾഡ് മണി വൈബ് നൽകുകയും ചെയ്യും. സ്റ്റെപ്പ് 4: പാദരക്ഷകൾ. തുടങ്ങാൻ നിങ്ങൾക്ക് 2 ജോഡി മാത്രം മതി. ഒരു ജോഡി വൈറ്റ് സ്നീക്കേഴ്സ്, ഒരു ജോഡി ബ്ലാക്ക് ബൂട്ട്സ്. ഇത് മിക്കവാറും എല്ലാ ഔട്ട്ഫിറ്റുകളോടും മാച്ച് ആകും. ഒരു കാര്യം ഓർക്കുക, ഇത് എപ്പോഴും വൃത്തിയായി അല്ലെങ്കിൽ പോളിഷ് ചെയ്തു വയ്ക്കണം. അഴുക്കുള്ള ഷൂസ് നിങ്ങളുടെ മൊത്തം ലുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിക്കും. സ്റ്റെപ്പ് 5: ആക്സസറീസ്. ഇത് സിമ്പിളായി പക്ഷെ ക്ലാസിയായി നിലനിർത്തുക. ഒരു ലെതർ സ്ട്രാപ്പ് വാച്ച് അല്ലെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുക. ലുക്ക് പൂർണ്ണമാക്കാൻ ഒരു ലെതർ ബെൽറ്റ് കൂടി ചേർക്കുക. ഇത്തരം ചെറിയ ഡീറ്റെയിൽസ് നിങ്ങളുടെ വേഷം പ്ലാൻ ചെയ്തെടുത്തതുപോലെയും നന്നായി കോർത്തിണക്കിയതുപോലെയും തോന്നിപ്പിക്കും. നിറങ്ങളെ അറിയുക. നിറങ്ങൾക്ക് നിങ്ങളുടെ ഔട്ട്ഫിറ്റ് കാണുന്ന രീതി കംപ്ലീറ്റ്ലി മാറ്റാം. നിങ്ങൾ ശരിയായ കളറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ ഔട്ട്ഫിറ്റ് പോലും ക്ലാസിയും എക്സ്പെൻസീവുമായി തോന്നും. എപ്പോഴും നന്നായി തോന്നുന്ന ബെസ്റ്റ് കളറുകൾ ഇതാണ്: ഗ്രേ, ചാർക്കോൾ ഗ്രേ, നേവി ബ്ലൂ, ബർഗണ്ടി, പിന്നെ ബ്ലാക്ക്. ഈ കളറുകൾ നിങ്ങളെ ക്ലീൻ, മെച്ചുവേർഡ്, ആത്മവിശ്വാസമുള്ള ആളായി കാണിക്കും. ബ്ലാക്ക് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇതെല്ലാവർക്കും ചേരും. ഏതവസരത്തിനും ഉപയോഗിക്കാം. ഇനി കളറുകൾ എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. 3 കളർ റൂൾ ഫോളോ ചെയ്യുക. നിങ്ങളൊരു ഔട്ട്ഫിറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരേ സമയം 3-ലധികം കളറുകൾ ഉപയോഗിക്കരുത്. ഉദാഹരണത്തിന് ഒരു വൈറ്റ് ടീഷർട്ട്, ബ്ലൂ ജീൻസ്, ബ്ലാക്ക് ഷൂസ്. സിമ്പിൾ, ക്ലീൻ, സ്റ്റൈലിഷ്. ഒരുപാട് കളറുകൾ ഒരുമിച്ച് ധരിക്കുന്നത് നിങ്ങളുടെ വേഷം ആകെ ഒരു മെസ്സി ലുക്കാക്കും. നിങ്ങൾക്ക് മോണോക്രോം ഔട്ട്ഫിറ്റുകളും പരീക്ഷിക്കാം. അതിനർത്ഥം ഒരേ കളർ ഫാമിലിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നാണ്. ഉദാഹരണത്തിന് ഡാർക്ക് ഗ്രേ ജീൻസും ഒരു ബ്ലാക്ക് ജാക്കറ്റും, അല്ലെങ്കിൽ നേവി പാൻസും ലൈറ്റ് ബ്ലൂ ഷർട്ടും. ഇത് നിങ്ങളെ കൂടുതൽ ഉയരമുള്ളവരായും സ്മാർട്ടായും പുട്ടുഗതറായും തോന്നിപ്പിക്കും. അതുകൊണ്ട് ഓർക്കുക, സിമ്പിൾ കളറുകൾ തിരഞ്ഞെടുക്കുക. 2-3 ടോണുകളിൽ ഉറച്ചു നിൽക്കുക. അത് ക്ലീനായി നിലനിർത്തുക. ഇങ്ങനെയാണ് ഏത് ബേസിക് ഔട്ട്ഫിറ്റിനും പോലും ഒരു എക്സ്പെൻസീവ് ലുക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പിക്കാം: നിങ്ങൾ ഒരു ബെറ്റർ പേഴ്സണായി മാറാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റൈലും വേഷവുമെല്ലാം നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനുള്ള പുറമെയുള്ള ഘടകങ്ങളാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ പോൺ അഡിക്ഷൻ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ അഡിക്ഷൻ പോലുള്ള ദുശ്ശീലങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര നല്ല വേഷം ധരിച്ചാലും എത്ര പൈസ കളഞ്ഞാലും നിങ്ങൾക്കറിയാം നിങ്ങളുടെ കോൺഫിഡൻസ് ഒരു പ്ലാറ്റ്ഫോം പോലെ ഒരു പ്രത്യേക ലെവലിന് മുകളിലേക്ക് പോകുന്നില്ലെന്ന്. ഉള്ളിലൊരു കുറവുണ്ടാകുമ്പോൾ പുറമെ എത്ര നന്നായി ഒരുങ്ങിയിട്ടും കാര്യമില്ല. നിങ്ങൾ ഈ പ്രശ്നവുമായി മല്ലിടുന്നുണ്ടെങ്കിൽ ഇതൊരു സാധാരണ കാര്യമല്ല, ഇതൊരു തടസ്സമാണ്. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ, നിങ്ങളുടെ എനർജിയെ, നിങ്ങളുടെ ശ്രദ്ധയെ, നിങ്ങളുടെ ബന്ധങ്ങളെ എല്ലാത്തിനെയും നശിപ്പിക്കും. നല്ല വസ്ത്രം ധരിക്കുന്നത് ഒരു നല്ല തുടക്കമാണ്, എന്നാൽ യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ്. ഈ പ്രശ്നത്തെ വേരോടെ പിഴുതറയ്ക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷത്തിലേറെയുള്ള ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും 3000-ലധികം ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചതിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു സയന്റിഫിക് പ്രോഗ്രാമാണിത്. വെറും നിർത്താൻ ശ്രമിക്കൂ എന്ന ഉപദേശമല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിനെയും ശീലങ്ങളെയും മാറ്റിയെഴുതുന്ന ഒരു കംപ്ലീറ്റ് ഗൈഡാണിത്. ദുശ്ശീലങ്ങളിൽ നിന്ന് മോചിതനായി കൂടുതൽ ഫോക്കസോടെ, ഉയർന്ന ആത്മവിശ്വാസത്തോടെ യഥാർത്ഥത്തിൽ ഒരു സുപ്പീരിയർ പേഴ്സണായി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇതൊരു സാധാരണ പ്രോഗ്രാമല്ല, ഇതൊരു ജീവിത മാറ്റമാണ്. ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പിൻ ചെയ്ത കമന്റിലോ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം മാറ്റിപ്പണിയാൻ തുടങ്ങുക. നിങ്ങളുടേതായ സ്റ്റൈൽ കണ്ടെത്തുക. നിങ്ങൾ വസ്ത്രങ്ങൾ വാങ്ങി തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടേതായ സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കണം. കാരണം സത്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വില കൂടിയ വേഷം ധരിച്ചാലും അത് നിങ്ങളുടെ വൈബിന് ചേരുന്നില്ലെങ്കിൽ അതൊരിക്കലും നിങ്ങളിൽ സ്വാഭാവികമായി തോന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. പിൻട്രസ്റ്റിലോ ഇൻസ്റ്റഗ്രാമിലോ പോയിട്ട് നിങ്ങളുടെ കണ്ണുടയ്ക്കുന്ന ഔട്ട്ഫിറ്റുകൾ നോക്കുക. എനിക്കിത് ധരിക്കാൻ ഇഷ്ടമാകും എന്ന് തോന്നുന്നവ സേവ് ചെയ്യുക. അത് ബോൾഡ് ലുക്കാകാം, ഫങ്കി സ്ട്രീറ്റ് വെയർ ആകാം, സ്റ്റാർ ബോയ് പോലുള്ള എസ്തറ്റിക് ആകാം, അല്ലെങ്കിൽ വിന്റേജ് ഓൾഡ് മണി സ്റ്റൈൽ ആകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പഠിക്കാൻ കുറച്ച് മിനിറ്റ് എടുക്കുക. നിങ്ങൾക്ക് ബാഗി വസ്ത്രങ്ങളാണോ അതോ ഫിറ്റഡ് വസ്ത്രങ്ങളാണോ ഇഷ്ടം? നിങ്ങൾക്ക് ബ്രൈറ്റ് കളറുകളാണോ അതോ ഡാർക്ക് ടോണുകളാണോ ഇഷ്ടം? നിങ്ങൾക്ക് കാഷ്വൽ ലുക്കാണോ അതോ കുറച്ചുകൂടി പുട്ടുഗതറായ ലുക്കാണോ വേണ്ടത്? നിങ്ങളുടെ വൈബ് എന്താണെന്നറിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് വാർഡ്രോബ് അതിനു ചുറ്റുമുണ്ടാക്കുക. നിങ്ങളുടെ സ്റ്റൈലിന് യോജിക്കുന്ന സിമ്പിൾ പീസുകളിൽ നിന്ന് തുടങ്ങുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് സ്റ്റാർ ബോയ് എസ്തറ്റിക് ഇഷ്ടമാണെങ്കിൽ ബ്ലാക്ക്, സിൽവർ, ലെതർ, ബൂട്ട്സ് എന്നിവ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് വിന്റേജ് ഇഷ്ടമാണെങ്കിൽ ന്യൂട്രൽ ടോണുകൾ, ടക്ഡ് ഇൻ ഷർട്ടുകൾ, ലൂസ് പാൻസുകൾ എന്നിവ പരീക്ഷിക്കുക. നിങ്ങൾക്ക് ഫങ്കി സ്ട്രീറ്റ് വെയർ ഇഷ്ടമാണെങ്കിൽ ബാഗി ജീൻസ്, ഓവർസൈസ്ഡ് ടീഷർട്ട്, സ്നീക്കേഴ്സ് എന്നിവ മിക്സ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഷോപ്പിംഗ് വളരെ എളുപ്പമാകും. നിങ്ങൾക്ക് ചേരാത്ത വേഷങ്ങൾ വാങ്ങി പൈസ കളയുന്നിടും നിങ്ങൾ നിർത്തും. നിങ്ങൾ വാങ്ങുന്നതെല്ലാം നിങ്ങളുടെ വ്യക്തിത്വവുമായി മാച്ച് ആകും. അതാണ് നിങ്ങളെ സ്റ്റൈലിഷ് മാത്രമല്ല, ആത്മവിശ്വാസവാനുമാക്കി മാറ്റുന്നത്. കാരണം യഥാർത്ഥ സ്റ്റൈൽ എന്ന് പറയുന്നത് ട്രെൻഡുകൾ ഫോളോ ചെയ്യുന്നതിലല്ല, അത് നിങ്ങൾക്ക് നിങ്ങളായി തോന്നുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതിലാണ്. അത്രയുള്ളൂ. നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ശരിക്കും സീരിയസ് ആണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അടിക്കാനും മറക്കരുത്.